അപ്പം ഞങ്ങൾ നയാഗ്ര ഫാക്ടറി ഔട്ട്ലെറ്റാണ് ന്യൂയോർക്കിലുള്ളത്. You like it, Jonathan? Yeah. You can go that way. Now we are in Niagara, New York State. Jonathan and Catherine is playing here. There's a veteran memorial park over there. We just went to the veteran memorial park. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അവിടെ മെമ്മോറിയൽ ഡേ ആയിട്ട് അവിടെ ഫ്ലാഗ് കുത്തി വെച്ചേക്കാണ്. വെറ്ററൻ മെമ്മോറിയൽ പാർക്കിൽ ഫ്ലാഗ് കുത്തിയേക്കാണ്. നമ്മളവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസമുണ്ട്. എനിക്ക് നല്ലൊരു 100 ഫ്ലാഗ് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മെമ്മോറിയൽ ഡേയുടെ. അപ്പോൾ ഞങ്ങൾ കുക്ക് ഫോറസ്റ്റ് സ്റ്റേറ്റ് പാർക്കിൽ ക്യാമ്പ് ചെയ്യാനായിട്ട് 4 ദിവസത്തെ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ന്യൂയോർക്ക് സ്റ്റേറ്റിലാണ്, ടൗൺ ഓഫ് വീറ്റ് ഫീൽഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കിനി ഓൾമോസ്റ്റ് 400 കിലോമീറ്ററിൻ്റെ അടുത്ത് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ പെൻസിൽവാനിയയിലെ ലീപ്പർ എന്ന് പറയുന്ന ടൗണിലുള്ള കുക്ക് ഫോറസ്റ്റ് സ്റ്റേറ്റ് പാർക്കിലെത്തും. അവിടെ നമ്മൾ റിവർ ക്യാബിൻസിൽ ക്യാബിൻ നമ്പർ 3യിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടുത്തെ 4 ദിവസത്തെ ക്യാമ്പിംഗ് ട്രിപ്പാണ് ഈ തവണത്തെ 2026. നിങ്ങൾക്ക് ഏവർക്കും ആ ക്യാമ്പിംഗ് ട്രിപ്പിലോട്ട് സ്വാഗതം. പോണ വഴിക്ക് നമുക്ക് കാഴ്ചകൾ ഒപ്പിയെടുക്കാം, നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാം. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം തന്നെ യാത്ര ചെയ്യാം. നമുക്ക് ഇവിടെ റെഡ് സിഗ്നലിൽ സ്റ്റോപ്പ് ചെയ്ത് കാണാം. സോ ലെറ്റ് us എൻജോയ്. US സൗത്ത് 62 ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഓൾമോസ്റ്റ് 5 മൈൽസ് കഴിയുമ്പോൾ നമ്മൾ 290 ഇൻ്റർസ്റ്റേറ്റ് ആണ് എടുക്കുന്നത്. ഇൻ്റർസ്റ്റേറ്റ് എടുത്തിട്ട് ന്യൂയോർക്ക് നേരെ ക്രോസ് ചെയ്തിട്ട് അൽഗേനി നാഷണൽ സ്റ്റേറ്റ് പാർക്ക് ആൻഡ് അൽഗേനി നാഷണൽ ഫോറസ്റ്റ്, അൽഗേനി സ്റ്റേറ്റ് പാർക്കും അൽഗേനി നാഷണൽ ഫോറസ്റ്റും വഴിയാണ് നമ്മൾ പെൻസിൽവാനിയയിലോട്ട് എത്തുന്നത്. അവിടെ നമ്മൾ ക്ലാരിയൻ റിവറിൻ്റെ സൈഡിലൂടെ സലമനാക്ക എന്ന് പറയുന്ന ടൗൺ വഴിയാണ് നമ്മൾ കുക്ക് ഫോറസ്റ്റ് സ്റ്റേറ്റ് പാർക്കിലോട്ട് പോകുന്നത്. സോ നല്ല സീനിക്കായിട്ടുള്ള ഡ്രൈവാണ് ഇനി മുന്നേ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നയാഗ്ര ഫാൾസ് ബൊലിവേറിലുള്ളൊരു മക്ഡൊണാൾഡ് വന്നേക്കുവാണ് ഉച്ചത്തെ ഫുഡ് കഴിക്കാനായിട്ട്. കാറിവിടെ പാർക്ക് ചെയ്തേക്കണം. അപ്പോൾ നമ്മളിപ്പോൾ US 290ലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 90 മൈൽസും കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ന്യൂയോർക്ക് സ്റ്റേറ്റിൽ നിന്ന് പെൻസിൽവാനിയയിലോട്ട് നമ്മൾ കടക്കത്തുള്ളൂ. പിന്നെ പെൻസിൽവാനിയയിൽ നിന്ന് പിന്നെ ഓൾമോസ്റ്റ് 60-70 മൈൽസ് ട്രാവൽ ചെയ്താൽ മാത്രമാണ് നമ്മൾ കുക്ക് ഫോറസ്റ്റ് സ്റ്റേറ്റ് പാർക്കിൽ എത്തത്തുള്ളൂ. അൽഗേനി സ്റ്റേറ്റ് പാർക്ക് അതിർത്തിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫോറസ്റ്റ് ഏരിയ ഒക്കെ കണ്ട് യാത്ര ചെയ്യാം. ആർതർ ബെൻസൺ മെമ്മോറിയൽ ഹൈവേ എന്നാണ് തോന്നുന്നു ഈ ഹൈവേ അറിയപ്പെടുന്നത്. എന്തായാലും നല്ല സൂര്യൻ്റെ വെളിച്ചമൊക്കെ വന്നിട്ട് ആ മരങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു ലൈറ്റിംഗ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറയിൽ കാണാൻ പറ്റുന്നോന്ന് അറിയില്ല, ഇവിടെ ബ്രൈറ്റായിട്ട് ചില ഏരിയാസൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ കാർമേഘങ്ങൾ മുകളിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട്. ഹൈവേ ഇങ്ങനെ നീണ്ടു തീർന്ന് കിടക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 17 മൈൽസ് കഴിയുമ്പോഴാണ് നമുക്കൊരു എക്സിറ്റ് ഉള്ളൂ. ഇതുവരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 17 മൈൽസ് വെച്ചാൽ ഓൾമോസ്റ്റ് 30 കിലോമീറ്ററോളം വരും. മേളിലൊരു മേൽപ്പാലം, അടുത്ത ഒരു ട്രക്ക് പോകുന്നു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നൊരു 8 പ്രാവശ്യം ഇതേ ഹൈവേ കൂടെ തന്നെ നമ്മൾ പോയിട്ടുണ്ട്. പെൻസിൽവാനിയയിലോട്ടും ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും ഈ ഓർക്കാഡ് പാർക്ക് വഴിയാണ് പോകുന്നത്. നമ്മളിന്ന് യാത്രാവേളയിൽ നയാഗ്രയിലുള്ള ഒരു മാളിൽ കയറി അത്യാവശ്യം 1-2 ഡ്രസ്സൊക്കെ വാങ്ങിച്ച് നമ്മളിത് പോവുകയാണ് മുന്നോട്ട്. So after like 3 days, you'll probably be like 50 or 48 years old. Oh. Yeah, on Mars. ഈസ്റ്റ് അറോറ എന്ന് പറയുന്ന ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അങ്ങ് പുറകിൽ കാണുന്ന മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത് അൽഗേനി റീജിയനിലോട്ടാണ് നമ്മൾ എത്തുന്നത്. അൽഗേനി എന്നുള്ളത് ഇവിടെ വളരെ
പേര് കേട്ട ഒരു മൗണ്ടൻ റേഞ്ചാണ്. അപ്പോൾ അൽഗേനി സ്റ്റേറ്റ് പാർക്ക് എന്ന് പറയുന്ന വളരെ വലിയ ഒരു സ്റ്റേറ്റ് പാർക്ക്, അത് നാഷണൽ ഫോറസ്റ്റും ഇടകലർന്നാണ്, രണ്ടും കൂടി മിക്സ് ചെയ്താണ് കിടക്കുന്നത്. അൽഗേനി സ്റ്റേറ്റ് പാർക്ക് എന്നുള്ളത് അൽഗേനി ഫോറസ്റ്റിൻ്റെ ന്യൂയോർക്കിലുള്ള പേരാണ്. പെൻസിൽവേനിയയിൽ അതിനെ അൽഗേനി ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അൽഗേനി റീജിയനിലൂടെയാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയുള്ള റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. സ്പ്രിംഗ്വില്ല് 4 കിലോമീറ്റർ കഴിഞ്ഞാൽ സ്പ്രിംഗ്വില്ല് എന്ന് പറയുന്ന ടൗണാണ് എത്താൻ പോകുന്നത്. US 219ലൂടെയാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 65 മൈൽസിലാണ് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. റോഡിൽ ട്രാഫിക് ഒന്നും കാര്യമായിട്ടില്ല ഇന്നത്തെ ദിവസം. ഓൾമോസ്റ്റ് ഇനിയൊരു 4 hours മുകളിൽ യാത്രയുണ്ട് നമ്മുടെ കുക്ക് ഫോറസ്റ്റ് സ്റ്റേറ്റ് പാർക്കിലോട്ട്. നമ്മളിന്ന് ക്യാബിനിലാണ് ഇവിടെ നമ്മൾ അടുത്ത ദിവസങ്ങളെല്ലാം നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അതിന് വിശേഷങ്ങളിലോട്ട് വരുന്ന വീഡിയോയുടെ എപ്പിസോഡുകളിൽ നമുക്ക് കടക്കാം. ഞാൻ റോഡ് പോണ കാണാൻ തന്നെ നല്ല രസമുണ്ട്. ആ മൗണ്ടൻ റേഞ്ചസിൻ്റെ താഴേക്കട നമ്മൾ ആ റോഡ് വളഞ്ഞ് സിക്സാഗായിട്ടാണ് ഈ ഹൈവേ പോകുന്നത്. കയറി ഇറങ്ങിയ മലനിരകളിലൂടെ ആ റോഡ് പോണ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള റോഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് തട്ടുകളിലൂടെ കേട്ടോ റോഡ് പോകുന്നത്. ഒന്ന് മുകളില് എനിക്ക് തോന്നുന്നത് നോർത്ത് ഡയറക്ഷനിലോട്ട് പോകുന്നു. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് ഡയറക്ഷനിലോട്ടുള്ള റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈവേ 219 നല്ല ഭംഗിയാർന്ന ഒരു ഹൈവേ ആണ്, സീനിക്കാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ റൂട്ട് 62 എടുക്കുന്നുണ്ട്. റൂട്ട് 62 നല്ല സീനിക്കായിട്ടുള്ള റോഡാണ്. സലാമനക്ക എന്ന് പറയുന്ന ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് സീനിക് ബൈവേ റൂട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 219ൻ്റെ സീനിക് ബൈവേ കൊറിഡോറാണിത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വളരെ സീനിക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ പിക്ചർ ഫ്രെയിം പോലത്തെ സ്ഥലങ്ങളെല്ലാം കാണുന്നത്. നല്ല ഭംഗിയാർന്ന മലനിരകളുടെ ഇടയിലൂടെ നമ്മളിത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. US 219ലെ സീനിക് ബൈവേ കൊറിഡോറാണിത്. നല്ല ഭംഗിയായിട്ട് ഉള്ള റോഡാട്ടോ. കണ്ടിന്യൂസ് രണ്ട് സൈഡും മൗണ്ടൻ റേഞ്ചസ് പോലെ ഇങ്ങനെ വന്നിട്ട് ഫുൾ മരങ്ങളാൽ തിങ്ങി നിറഞ്ഞ് ഇടതൂർന്ന മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴ്വാരം ഇപ്പുറ സൈഡും മരങ്ങളൊക്കെ മാറി മാറി വരുന്ന കാഴ്ചകളാണ്. മാറി മാറി നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യണം. നല്ല ക്ലോസപ്പ് ഷോട്ട്സും നല്ല ലോങ് ഷോട്ട്സൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് സീനിക് ബൈവേ കൊറിഡോർ. നമ്മൾ US 219 വഴി സീനിക് ബൈവേ വഴി വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു പിക്നിക് ഏരിയ പോലെ കണ്ടു. ഹിൻമാൻ വാലി വെറ്റ്ലാൻഡ് കോംപ്ലക്സ് ആണ് പേര്. ഒരാൾ വന്നപ്പോൾ തന്നെ അത് മൊത്തം വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറ്റ്ലാൻഡ് കോംപ്ലക്സ് ആണ് ഇത്. ആക്ച്വലി ഒരു വെറ്റ്ലാൻഡ് ആണിത്. അതായത് വാട്ടർ ഇറോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 100 ഏക്കറിന് മുകളിൽ പരന്നു കിടക്കുന്ന വെറ്റ്ലാൻഡാണ്. ഇവിടെ വാട്ടർ ബോഡീസൊക്കെ ഉണ്ട്. ഒരുപാട് ചെറിയ ചെറിയ വെറ്റ്ലാൻഡ് സ്പീഷീസും ബേർഡ്സ് എല്ലാം ഉള്ള ഒരു വെറ്റ്ലാൻഡ് ഏരിയ ആണിത്. ഹിൻമാൻ വാലി വെറ്റ്ലാൻഡ് കോംപ്ലക്സ് നല്ല ഭംഗിയാർന്ന ഒരു വെറ്റ്ലാൻഡ് ഏരിയ. അവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ചുറ്റും അതേപോലെ തന്നെ മൗണ്ടൻ റേഞ്ചസ് ആണ്. നമ്മളവിടെ ഇതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാടും പള്ളയൊക്കെ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. വെറ്റ്ലാൻഡിലൂടെ നടക്കുക. വെറ്റ്ലാൻഡ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വെറ്റ്ലാൻഡിൻ്റെ സൈഡിൽ കൂടെ നടക്കുമായിരുന്നു. അവിടെ നല്ല ഭംഗിയാർന്ന വാട്ടർ ബോഡീസാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സോയിൽ ഇറോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂയോർക്ക് സ്റ്റേറ്റിൽ ചെയ്തിട്ടുള്ള ഒരു വെറ്റ്ലാൻഡ് ഏരിയയാണ്. ഇതിൻ്റെ ഞാൻ വായിച്ചപ്പോൾ ഓൾമോസ്റ്റ് 50 ഏക്കർ കൂടിയും 10 കൊല്ലം മുന്നേ ഇതിനകത്ത് അഡപ്പ് ചെയ്തു US 219ൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത്. അപ്പോൾ നല്ല ഭംഗിയുള്ള വെറ്റ്ലാൻഡ് ഏരിയയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഓൾമോസ്റ്റ് 100+ ഏക്കറാണ് ഈ ഹിൻമൻ വാലി വെറ്റ്ലാൻഡ് കോംപ്ലക്സ് ഏരിയ ഉള്ളത്. ആ പോകുന്ന US 219 ആണ്. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ സലാമനാക്ക എന്നുള്ള സ്ഥലമാണ്. നമ്മൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ല ഭംഗിയാട്ടോ US 219. ആരെങ്കിലും വാരൻ പെൻസിൽവേനിയ സൈഡിലോട്ടൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ US 219 എടുത്ത് ട്രാവൽ ചെയ്യാം. നല്ല ഭംഗിയുള്ള സീനിക് ഹൈവേ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ എനിക്ക് 4ാം പ്രാവശ്യം കണ്ടാണ് ഈ റോഡ് വഴി തന്നെ പോകുന്നത്. പല പ്രാവശ്യം ഇതേ റോഡിൽ പോയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഈ റോഡിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബ്യൂട്ടിയാണ്. ഇന്നിപ്പോൾ സ്പ്രിങ് സമ്മറാണ്. സ്പ്രിങ് മാറി സമ്മറിലോട്ട് എൻ്റർ ചെയ്യുന്ന പോയിന്റ് ആയതുകൊണ്ട് എല്ലാം നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള മരങ്ങളാണ് ഉള്ളത്. ഫാളാണ് ഏറ്റവും ഭംഗി ഈ റൂട്ട് പോകാനായിട്ട്. പെൻസിൽവാനിയയിലോട്ട് കിടക്കുമ്പോഴേക്കും പിന്നെ ഭംഗി മാത്രമേ ഉണ്ടാവുള്ളൂ. പെൻസിൽവാനിയ ഓൾറെഡി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. നല്ല സീനിക് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് പെൻസിൽവാനിയ. ഇതിപ്പോൾ നമ്മൾ ന്യൂയോർക്ക് സ്റ്റേറ്റിലാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഓൾമോസ്റ്റ് 1 hour കൂടി കഴിയുമ്പോഴേക്കും പെൻസിൽവാനിയയിലോട്ട് കയറും. അപ്പോഴേക്കും പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനിക്കാണ്. ഒരുപാട് മൗണ്ടൻ റേഞ്ചസ് പെൻസിൽവാനിയയിലുണ്ട്. അൽഗേനി ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മൗണ്ടൻ റേഞ്ചാണ് അൽഗേനി നാഷണൽ ഫോറസ്റ്റ്. In 3/4 of a mile, turn right on US 219. ഓൾമോസ്റ്റ് 3/4 മൈൽ കഴിയുമ്പോഴേക്കും US 219 നമ്മൾ ടേൺ ചെയ്യാണ്. US 219 തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എൻഡ് ചെയ്തിട്ട് പിന്നെ അത് തിരിഞ്ഞു പോവുകയാണ്. നമ്മൾ എലിക്കോട്ട് വില്ലുള്ള ടോപ്സിൽ വന്നേക്കാണ്. ഷോപ്പിംഗ് ആണ് ഇപ്പോൾ പരിപാടി. നമ്മൾ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Yeah, if you want s'mores, you can go get s'mores. But do you know where they are? Yeah, why you want s'mores? Do you know what s'mores are? I know. അപ്പോൾ നമ്മൾ എലിക്കോട്ട് വില്ലിലുള്ള ഷോപ്സിൽ വന്നിട്ട് അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങിച്ചു നമ്മളെല്ലാം വണ്ടിയിലോട്ട് ലോഡ് ചെയ്യാൻ പോവാണ്. അതാണ് എലിക്കോട്ട് വില്ല്. നമ്മളിതിന് മുന്നോട്ട് വന്നിട്ടുള്ള ടോപ്സാണിത്. അപ്പോൾ നമ്മൾ ഇനി എല്ലാം വണ്ടിയിലോട്ട് ലോഡ് ചെയ്യാൻ പോകണം. നമ്മൾ ഇനി ഇതെല്ലാം കുക്ക് ചെയ്ത് കഴിക്കാനുള്ളതാണ്. ഇതാണ് എൻ്റെ ബോള്. ഓക്കെ ഗുഡ് ഓക്കെ. നമ്മൾ വണ്ടിയിലോട്ട് ഇതൊക്കെ ലോഡ് ചെയ്യാണ്. നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്, പാലെടുത്തിട്ടുണ്ട്, മുട്ടയും കാര്യം എടുത്തിട്ടുണ്ട്, മുട്ട എടുത്തിട്ടുണ്ട്, എടുത്തു. കുറേ സംഗതികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മളിനി ക്യാമ്പ് ഗ്രൗണ്ടിൽ ചെന്നിട്ട് ടൊമാറ്റോ നമ്മൾ യൂഷ്വലി എല്ലാം US വന്നിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ ടോപ്സിലാണ് മാർക്കറ്റൊക്കെ വാങ്ങിക്കട്ടെ. നമ്മൾ ഫ്രഷ് ചിക്കൻ എടുത്തു. അവിടെ എന്തോ ഒരു ബ്ലോക്ക് ആയേക്കാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ടേക്കാണ്. അവിടുത്തെ കൺസ്ട്രക്ഷനാണ്. നമ്മൾ എലിക്കോട്ട് വില്ല് കഴിഞ്ഞു. US എന്ന് വെച്ചാൽ നമ്മൾ ഓടിച്ചാൽ എത്തില്ല. കാരണം എല്ലാം മൈൽസിലായതുകൊണ്ട് ഓടിച്ചിട്ട് എത്തുന്നില്ല. വണ്ടി എടുത്തു. അപ്പോൾ US 219 ന്യൂയോർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുറച്ച് നേരം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും പെൻസിൽവേനിയ സ്റ്റേറ്റിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യും. ഇപ്പോൾ നമ്മൾ അൽഗേനി സ്റ്റേറ്റ് ഫോറസ്റ്റ് ഏരിയ, അതിൻ്റെ മലനിരകളാണ് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻസിൽവേനിയ അങ്ങ് ആ മല അത് അൽഗേനി സ്റ്റേറ്റ് ഫോറസ്റ്റ് ഏരിയ ആണ്. അങ്ങ് ദൂരെ കാണുന്ന ആ മലനിരക്ക് അത് അൽഗേനി സ്റ്റേറ്റ് ഫോറസ്റ്റിൻ്റെ ആണ്, അൽഗേനി സ്റ്റേറ്റ് പാർക്കും. അപ്പോൾ നമ്മൾ പെൻസിൽവേനിയയിലോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. Welcome to Pennsylvania sign. Welcome to Pennsylvania. Bradford next to 4 mile. Let freedom rings. Welcome to Pennsylvania sign is there on the right side of the road. നമ്മളിത് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേ 219ലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പെൻസിൽവേനിയ സ്റ്റേറ്റിലെത്തി. 55 miles/hour ആണ് ഇവിടെ സ്പീഡ് ലിമിറ്റ്.
പാർക്കാണ് ഇനി അടുത്ത എക്സിറ്റ് മേലെ. ഇത് അൽഗേനി സ്റ്റേറ്റ് പാർക്കിൽ നിന്ന് അൽഗേനി ഫോറസ്റ്റ് ഇതിലോട്ട് നമ്മളെത്തി. ഫോറസ്റ്റ് എന്നുള്ളത് അൽഗേനി ആ റീജിയണ് പെൻസിൽവേനിയയിൽ പറയുന്ന പേരാണ്. അൽഗേനി സ്റ്റേറ്റ് പാർക്ക് എന്നുള്ളത് ന്യൂയോർക്കിലുള്ള പേര്. അൽഗേനി സ്റ്റേറ്റ് പാർക്ക് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. കിൻസ്വ ഡാം നമ്മൾ പോകണമെന്ന് കരുതുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഈ ട്രിപ്പിൽ പോകാൻ പോകുന്ന മറ്റ് ഏരിയാസ്. റിഡ്ജ്വേ ഫോറസ്റ്റ് ബ്രൂക്ക് 219 സൗത്ത് 346 ഈസ്റ്റ് ഇതെല്ലാം ഒരു റോഡിൻ്റെ പേരാണ്. നമ്മൾ 219 സൗത്തിലൂടെയാണ് ന്യൂയോർക്കിലെ ഓൾമോസ്റ്റ് കഴിഞ്ഞ 1-2 മണിക്കൂറായിട്ട് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒഹിയോ പൈൽ സ്റ്റേറ്റ് പാർക്കിൽ നമ്മൾ 4 കൊല്ലം മുന്നേ പോയപ്പോൾ നമ്മൾ ഇതേ റൂട്ട് തന്നെയാണ് പോയത്. സൗത്ത് എടുത്താണ് നമ്മൾ പോയത്. യൂണിവേഴ്സിറ്റി ഓഫ് പിറ്റ്സ്ബർഗ്, ബ്രാഡ്ഫോർഡ്, അൽഗേനി റിസർവോയർ നെക്സ്റ്റ് റൈറ്റ്. അൽഗേനി റീജിയനാണ്, നല്ല ഭംഗിയുള്ള റീജിയനാണ്. നമ്മൾ അൽഗേനി സ്റ്റേറ്റ് പാർക്കിലെ ക്യാമ്പിങ് അടുത്ത് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അൽഗേനി സ്റ്റേറ്റ് പാർക്കിൽ ഒരു ക്യാമ്പിങ്ങും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിതേ ഇപ്പോൾ അൽഗേനി നാഷണൽ ഫോറസ്റ്റ്, അൽഗേനി ഫോറസ്റ്റ് പെൻസിൽവേനിയ, അതിന് ഒത്ത നടുക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പുറം ഇപ്പുറം ഫുൾ വനമാണ്. ആ വനപ്രദേശത്തിൻ്റെ ഉള്ളിലൂടെ നമ്മളിത് US 219 ബഫല്ലോ പിറ്റ്സ്ബർഗ് ഹൈവേ US 6 നമ്മളിനി ഓൾമോസ്റ്റ് 6 മൈൽ കഴിയുമ്പോൾ കയറുന്നത്. എന്നിട്ട് ടൗൺ ഓഫ് കെയ്ൻ എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. കെയ്ൻ വഴിയാണ് നമ്മൾ കുക്ക് ഫോറസ്റ്റ് സ്റ്റേറ്റ് പാർക്കിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത് അൽഗേനി ഫോറസ്റ്റ് ഏരിയ, അൽഗേനി നാഷണൽ ഫോറസ്റ്റ്. ഭയങ്കര ഫുൾ മരങ്ങളാണ്, ഭയങ്കര മരനിബിഡമാണ്. നിബിഡ വനത്തിൻ്റെ ഉള്ളിലൂടെ നമ്മളിത് ട്രാവൽ ചെയ്യണം. 45 മൈൽ, നല്ല ടേണിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് ചെവിയിൽ പ്രഷർ ഫീൽ ചെയ്യും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കയറി ഇറങ്ങി സിക്സാഗായിട്ട് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോകുന്ന റോഡാണ്. മൊത്തം മരങ്ങളാണ് കേട്ടോ ചുറ്റും. ഭയങ്കര ഡെൻസായിട്ട് പോപ്പുലേറ്ററായിട്ട് മരങ്ങൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചേക്കാണ്. അതിൻ്റെ ഇപ്പോഴത്തെ കയറ്റാണ്, ഇറക്കവും കയറ്റവും വളവും തിരിവൊക്കെ ആയിട്ട് അടിപൊളി യാത്രയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൈൽസ്/അവർ റോഡ് വളഞ്ഞു പോവുകയാണ്. നമ്മളിത് വളഞ്ഞതേ മുകളിലോട്ട് കയറുവാണ്. ഇപ്പൊ പെൻസിൽവേനിയയിലെ ടൗൺ ഓഫ് കെയ്ൻ, KNE, ആ ടൗൺ കഴിഞ്ഞിട്ട് നമ്മൾ വാരൻ എന്ന് പറയുന്ന ടൗണിൻ്റെ അടുത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കിവിടെ നോക്കിയാൽ അറിയാം അൽഗേനി നാഷണൽ ഫോറസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അൽഗേനി നാഷണൽ ഫോറസ്റ്റ് ഏരിയ ആണിത്. അൽഗേനി നാഷണൽ ഫോറസ്റ്റ് ഏരിയ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. അപ്പോൾ ചുറ്റും വനമാണ്, ഡെൻസായിട്ടുള്ള മരങ്ങളാണ്. സൺലൈറ്റ് റോട്ടിൽ പതിച്ചിട്ടില്ല, അത്രയ്ക്ക് തിക്കായിട്ടാണ് മരങ്ങളുള്ളത്. അപ്പോൾ അതിലൂടെ ഒരു ഫ്രഷ് എൻവയോൺമെൻ്റ് ആണ്. അതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമുള്ള ഒരു യാത്രയാണിത്. 35 മൈൽസാണ് ഇവിടുത്തെ സ്പീഡ്. നല്ല ഇറക്കവും കയറ്റവും വളവും തിരിവും ഒക്കെ ആയിട്ടുള്ള റോഡുകളാണ്. ഹെയർപിൻ വളവുകൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള റോഡുകളാണ് കേട്ടോ. അപ്പോൾ ആ റോഡിലൂടെ നമ്മളിതിങ്ങനെ വണ്ടി 35 മൈൽസ്/അവർ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ യാത്ര എൻജോയ് ചെയ്ത് ഞങ്ങൾ കുക്ക് ഫോറസ്റ്റ് സ്റ്റേറ്റ് പാർക്ക് ലക്ഷ്യമാക്കി അൽഗേനിയിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ഭംഗിയാണ് ഈ അൽഗേനി റീജിയൻ കാണാനായിട്ട്. ഫോറസ്റ്റ് റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടിൻ ലേക്ക് ട്രെയില്, നോർത്ത് കൺട്രി. ഇവിടെ ഇഷ്ടംപോലെ
ട്രെയിലറുകളുണ്ട്. ഓവർ സൈസ് ലോഡ് ഏതോ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓവർ സൈസ്. അതിൻ്റെ ഫ്രണ്ട് ട്രക്ക് പോയി. ഇനിയിപ്പോൾ അവിടെ മിക്കവാറും ഇപ്പോൾ തന്നെ ഒരു ഓവർ സൈസ് ലോഡ് വരും. അങ്ങോട്ട് നോക്കിയാൽ അറിയാം. ഇടതൂർന്ന മരങ്ങളാണ്, ഇടതൂർന്ന് നിപ്പിട്ട വനത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെളിച്ചം ചാടാത്ത റോഡുകൾ. പിന്നെ നോക്കി എന്താണ് അതിൻ്റെ ഭംഗി നോക്കി. കെയർഫുള്ളായിട്ടാണ് പോകുന്നത്. റോട്ടിലോട്ട് നോക്കി അറിയാം സൺലൈറ്റ് റോട്ടിൽ പതിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അൽഗിനി നാഷണൽ ഫോറസ്റ്റിന്റെ ATV ട്രെയിൽ ഹെഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 1/4 ATVയിലൂടെ ATV എടുത്തിട്ട് നമുക്ക് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ട്രാവൽ ചെയ്യാം. നടന്നൊന്നും തീരില്ലാത്തതുകൊണ്ടാണ് ATV ട്രെയിൽസ് ഉണ്ട്. നടന്നും ഇതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ആളുകളുണ്ട്. നാഷണൽ ഫോറസ്റ്റ് അകത്തോട്ട് നല്ല തിക്കാണ് ഫോറസ്റ്റ് കേട്ടോ. അകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും, തിക്കാണ് ഫോറസ്റ്റ്. ഓൾഡ് ഗ്രോൺ ട്രീസ് ഒക്കെ ഉള്ള ഫോറസ്റ്റാണ്, തിക്കാണ്. ഇവിടെ അൽഗേനി നാഷണൽ ഫോറസ്റ്റിൻ്റെ ഇൻഫർമേഷൻ സെൻ്ററാണ്. ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് നമുക്ക് ഓഫീസിലൊന്ന് പോയാൽ അൽഗേനി നാഷണൽ ഫോറസ്റ്റ്. അപ്പോൾ നമ്മൾ അൽഗേനി നാഷണൽ ഫോറസ്റ്റിൻ്റെ ഇൻഫർമേഷൻ സെൻ്ററിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 4 കിലോമീറ്ററിനുള്ള കുക്ക് ഫോറസ്റ്റ് സ്റ്റേറ്റ് പാർക്ക് എത്തും. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് റോഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ കുക്ക് ഫോറസ്റ്റ് സ്റ്റേറ്റ് പാർക്ക് ഏരിയയിലും ഇതേപോലെ തന്നെ ഫുൾ മരങ്ങളാണ്. നല്ല ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് പാർക്കായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. അൽഗേനി നാഷണൽ പാർക്ക് കഴിഞ്ഞിട്ട് കുക്ക് ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ക്ലിയർ ക്രീക്ക്. അപ്പോൾ ക്ലിയർ ക്രീക്കിനും അൽഗേനി നാഷണൽ ഫോറസ്റ്റിനും ഇടയിലാണ് കുക്ക് ഫോറസ്റ്റ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും ഐസൊലേറ്റഡ് ആണ്. അപ്പോൾ കുക്ക് ഫോറസ്റ്റ് സ്റ്റേറ്റ് പാർക്ക് അതിൻ്റെ റോഡാണ് കേട്ടോ. നല്ല വൈൻഡിങ് ആയിട്ടുള്ള ഫുൾ മരങ്ങളായി. കൂടുതലും ഹെംലോക്ക് ആൻഡ് വൈറ്റ് പ്ലെയിൻ ട്രീസ്, അങ്ങനെ എന്താണ് ആ ട്രീയുടെ പേര്. ഹെംലോക്ക് ട്രീസ് ആണ് കൂടുതൽ. നല്ല വലിയ മരങ്ങളാണ്. നോക്കിയാൽ തന്നെ മനസ്സിലാവും കൂടുതൽ ഹെംലോക്ക് ട്രീസ് ആണ്. ട്രീസ് എല്ലാം ഒരേപോലത്തെ തന്നെ ട്രീസ് ആണ്. ഹെംലോക്ക് ഒരുപാട് ഹെംലോക്ക് ട്രീസ് വളരുന്ന ഒരു ഏരിയ ആണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. നല്ല പൊക്കത്തിലുള്ള നല്ല ഹൈറ്റുള്ള ട്രീസാണ് ഈ ഹെംലോക്ക് ട്രീസ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല വിഡ്ത്തും ഉണ്ട് ആ ട്രീസിന്. അത്രയും വലിയ മരങ്ങളാണ്. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇനി വരാനിരിക്കുന്നത്. ഹെംലോക്ക് ട്രീസ്, നല്ല ഭംഗിയാട്ടോ ഹെംലോക്ക് ട്രീസ് കാണാനായിട്ടല്ലേ. ഭയങ്കര ഹൈറ്റാണ് ഹെംലോക്ക് ട്രീസിന്. ഇപ്പോൾ നമ്മൾ അൽഗേനി നാഷണൽ ഫോറസ്റ്റിൽ കണ്ട മരങ്ങളല്ല, മരത്തിൻ്റെ സ്വഭാവവും മരങ്ങൾ തന്നെ മൊത്തത്തിൽ മാറി. എല്ലാ ഹെംലോക്ക് ട്രീസാണ് കൂടുതലും കാണുന്നത്. മറ്റത് കൂടുതലും കാട്ടിനകത്തുള്ള മരങ്ങളാണ്. ഇത് ഫുള്ള് ഹെംലോക്ക് ട്രീസ് ആണ് കാണുന്നത് കുക്ക് ഫോറസ്റ്റിൽ എത്തിയപ്പോഴേക്കും. ആ മരത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ബിഹേവിയർ ഒക്കെ കംപ്ലീറ്റ് മാറി. വേറൊരു ബ്യൂട്ടിയാണ് ഈ ഹെംലോക്ക് ട്രീസ് കാണാനായിട്ട്. ഫോറസ്റ്റ് സ്റ്റേറ്റ് പാർക്കിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. In 1/4 mile, turn left on Pennsylvania 36, then take the first left. കുക്ക് ഫോറസ്റ്റ് സ്റ്റേറ്റ് പാർക്ക്, ഫൺ പാർക്ക് ഉണ്ട് അവിടെ തന്നെ. Turn left on Pennsylvania 36, then take the first left. River Lodge cabin. This is the River Lodge cabin. You have to go straight. Turn left on Fishing Pond Road. Turn left here. So that's a canoe ഫോറസ്റ്റ് rental. സ്റ്റേറ്റ് പാർക്ക് ഓഫീസാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് കുക്ക് ഫോറസ്റ്റ് സ്റ്റേറ്റ് പാർക്ക് ഓഫീസ്. കുക്ക് ഫോറസ്റ്റ് സ്റ്റേറ്റ് പാർക്കിലെത്തി. നമ്മളിത് ഇനിയിപ്പോൾ അവിടെ ഇൻഫർമേഷൻ സെൻറ്ററിൽ പോവാണ്. ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയിട്ട് കീ കളക്ട് ചെയ്തിട്ട് ക്യാമ്പ് ഗ്രൗണ്ടിൽ പോവാണ്. നമ്മളിത് കുക്ക് ഫോറസ്റ്റ് സ്റ്റേറ്റ് പാർക്കിൻ്റെ ഇൻഫർമേഷൻ സെൻറ്ററിൽ എത്തി. അപ്പോൾ നമുക്കിത് കീ കിട്ടി. അപ്പോൾ നമ്മളിത് ഇനിയിപ്പോൾ നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിലോട്ട് പോവാണ്. കുക്ക് ഫോറസ്റ്റ് സ്റ്റേറ്റ് പാർക്കാണ് നമ്മൾ ഇനി വിസിറ്റ് ചെയ്തിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്നവിടെ ക്യാമ്പ് ചെയ്യണം. പെൻസിൽവേനിയ വൈൽഡ് അൽഗേനി നാഷണൽ ഫോറസ്റ്റ് ആൻഡ് സറൗണ്ടിംഗ്സ്. ലംബ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ആണ് വൈൽഡ്. നമ്മൾ കുക്ക് ഫോറസ്റ്റ് സ്റ്റേറ്റ് പാർക്കിൻ്റെ വിസിറ്റർ സെൻറ്ററിൽ പോയി നമുക്ക് കീ എല്ലാം എടുത്ത് നമ്മൾ ഇനി തിരിച്ച് നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിലോട്ട് പോവാണ്.
Yay! Is there a cabin? Yes. അപ്പോൾ നമ്മളിത് റിവർ ക്യാബിൻ 3-ലെത്തി. നമ്മളുടെ അടുത്ത കുറച്ച് ദിവസത്തെ നമ്മുടെ താമസിക്കുന്ന സ്ഥലമാണ്. ഫ്രണ്ടിൽ കാണുന്ന ക്ലാരിയൻ റിവർ. പിള്ളേരൊക്കെ വളരെ എക്സൈറ്റഡ് ആണ്. നല്ല ലോഗോ കൊണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ക്യാബിനാണ്. നമ്മൾ ഇതുവരെ താമസിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്യാബിനാണിത്. ഇവിടെ ഒരു ഡെക്ക് ഉണ്ട്, ഇരിക്കാനുള്ള സൗകര്യം, അവിടെ ഫയർ പ്ലേസ്. ഇതിനകത്ത് 2 bedroom, we have a kitchen, we have a living room, family room, and it's a wonderful place. You can sit and enjoy. പിന്നെ പ്രൈവസി ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ബാക്കിൽ ടോയ്ലറ്റ് സംവിധാനം എല്ലാം ഉണ്ട്. നല്ല ഭംഗിയുള്ള ക്യാബിനാണ്. ജോണത്തിന്റെ ക്യാബിന്റെ ലോക്ക് തുറന്നു, അകത്ത് കയറുവാണ്.